Hi all, next topic is Routh-Hurwitz criterion. സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ്. റൂത്ത്-ഹർവിറ്റ്സ് ടെക്നിക്ക് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. എങ്ങനെയാണ് സിസ്റ്റം സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ, മാർജിനലി സ്റ്റേബിൾ ആണോ എന്നൊക്കെ. അപ്പം പോൾസിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിനെയാണ് പോളെന്ന് പറയുന്നത്. പോളിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പം നെക്സ്റ്റ് Routh-Hurwitz criterion. Routh-Hurwitz stability criterion is an analytical procedure for determining whether all the roots of a polynomial have a negative real part or not. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തരും, അല്ലെങ്കിൽ ജി ഓഫ് എസും എച്ച് ഓഫ് എസും തരും. ഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 1 + GSHS = 0. ആ ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്നും പോളിനോമിയലിൻ്റെ റൂട്ട്സ് നോക്കുക. റൂട്ട്സ് നെഗറ്റീവ് റിയൽ പാർട്ടാണോ റൂട്ട്സിനുള്ളത്, അതോ പോസിറ്റീവ് റിയൽ പാർട്ടാണോ നോക്കുക. ദാറ്റ് ഈസ്, നമുക്ക് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. ഇത് സിഗ്മ ജെ ഒമേഗ പ്ലെയിനിൽ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് പ്ലോട്ട് ചെയ്യുമ്പം ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണോ നമ്മുടെ പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് സിഗ്മ ആൻഡ് ജെ ഒമേഗ പ്ലെയിനിൽ സിഗ്മയുടെ വാല്യൂ നെഗറ്റീവ് റിയൽ പാർട്ടിലാണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു മാർജിൻ, അതായത് ജെ ഒമേഗ ആക്സിസിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. അതർവൈസ് ഇത് റൈറ്റ് സൈഡിലേക്ക് കയറും തോറും ഇത് അൺസ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്കേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് പോളാണെന്നും, പോള് എവിടെ ആയിരിക്കണം, നെഗറ്റീവ് റിയൽ പാർട്ടാണ് ഒരു റൂട്ടിന് അല്ലെങ്കിൽ പോളിന് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. The first step in analyzing the stability of a system is to examine its characteristic equation. Characteristic equation നോക്കുക. ഞാൻ പറഞ്ഞല്ലോ 1 + GSHS = 0 ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ട എക്സ്പ്രഷൻ. ആ ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. പോളിനോമിയൽ നോക്കി രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. The necessary condition for stability is that all the coefficients of the polynomial be positive. അതായത് രണ്ട് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഉണ്ട്. നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾ ദ കോഎഫിഷ്യൻസ് ഓഫ് ദ പോളിനോമിയൽ ബി പോസിറ്റീവ്. അതായത് 1 + GSHS = 0 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. നമുക്ക് കിട്ടിയത് S² + 2S + 1 = 0 എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, S² കോഎഫിഷ്യൻറ്റ് 1, അപ്പോൾ +1 ആണല്ലോ, ഇവിടെ ഒന്നും ഇല്ല, ദാറ്റ് ഈസ് +1. എസിൻ്റെ കോഎഫിഷ്യൻറ്റ് +2, കോൺസ്റ്റൻറ്റ് ടേമും +1 ആണ്. ദാറ്റ് ഈസ് എല്ലാ എലമെൻസിൻ്റെയും കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. ഈ പോളിനോമിയലിൻ്റെ 1 + GSHS = 0 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് സം ഓഫ് ദ കോഎഫിഷ്യൻസ് ആർ 0 ഓർ നെഗറ്റീവ്, ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് സിസ്റ്റം ഈസ് നോട്ട് സ്റ്റേബിൾ. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 1 + GSHS = 0 എന്ന് പറയുന്ന ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷനിലെ എസിൻ്റെ സ്ക്വയറിൻ്റെയും അതുപോലെ കോൺസ്റ്റൻറ്റ് ടേമും എല്ലാം കോഎഫിഷ്യൻസും പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റേബിൾ. അതർവൈസ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. 0യോ നെഗറ്റീവോ വന്നാൽ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ when all the coefficients are positive, the system is not necessarily stable. അപ്പം എല്ലാ കോഎഫിഷ്യൻസും പോസിറ്റീവ് ആവുന്നത് കൊണ്ട് അത് ഉറപ്പിച്ച് നമുക്ക് സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ല. അടുത്തൊരു കണ്ടീഷനും കൂടെ നോക്കണം. even though the coefficients are positive, some of the roots may lie on the right half of S plane. നമ്മളിപ്പം എല്ലാ കോഎഫിഷ്യൻസും പോസിറ്റീവ് ആയാലും ചില റൂട്ട്സ് എവിടെ, റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലോ അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസിലോ ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് സോൾവ് ചെയ്തു. നമുക്ക് 1 + GSHS = 0 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്കേഷൻ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ എലമെൻസും പോസിറ്റീവായിട്ട്, എല്ലാ കോഎഫിഷ്യൻസും പോസിറ്റീവാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലോ ഇമാജിനറി ആക്സിസിലോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, in order for the roots to have a negative real part, it is necessary but not sufficient that all the coefficients of the characteristic equation be positive. If all the coefficients of these equations are positive, then the system may be stable, and one should proceed further to examine the sufficient condition for stability. ഇപ്പോൾ നെസസറി കണ്ടീഷനാണ് നമ്മുടെ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആണോ നോക്കുന്നത്. സഫിഷ്യൻറ്റ് കണ്ടീഷനിൽ നമ്മളൊരു റൂത്ത് അറേ ഫോം ചെയ്യണം. അതാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അത് ഓരോ
കണ്ടീഷനിലും ഡിഫറെൻ്റ് അറേ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് പ്രോബ്ലം വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇതിനകത്ത് അതിൻ്റെ സ്റ്റെപ്സായിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇവിടെ റൂത്ത് ആൻഡ് ഹെർവിറ്റ്സ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ് ഇൻഡിപെൻഡൻ്റ്ലി പബ്ലിഷ് ദ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി. ഇപ്പോൾ നെസസറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആണോ നോക്കി. ദെൻ എന്നാലും ഇത് സ്റ്റേബിൾ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് സഫിഷ്യൻറ്റ് കണ്ടീഷന് വേണ്ടി ഒരു റൂത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയൻ കൊണ്ടുവന്നു. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റൂത്ത് അറേ ഫോം ചെയ്യുന്നു. റൂത്ത് അറേ ഫോം ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസ് ചെയ്തിട്ട് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് പറയും. അങ്ങനെ റൂത്ത് അറേ ഫോം ചെയ്യുന്ന മെത്തേഡാണ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഈ ലെറ്റേഴ്സിലാവുമ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല. അതുകൊണ്ട് നമ്മൾ പ്രോബ്ലം വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം റൂത്ത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ദ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി ഈസ് ദാറ്റ് ഓൾ ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് കോളം ഓഫ് റൂത്ത് അറേ ബി പോസിറ്റീവ്. റൂത്ത് അറേ എന്ന് പറയുന്നത് ഇതാണ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ റൂത്ത് അറേയുടെ ഫസ്റ്റ് കോളം ഇതാണ്. റൂത്ത് അറേയുടെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എവറി എലമെൻറ്റ്സ് in the first column of the root array be positive. If this condition is not met, the system is unstable and the number of sign changes in the elements of the first column of root array corresponds to number of roots of the character equation in right half of S plane. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റൂത്ത് അറേ ആണ് ഈ ഫോം ചെയ്തിരിക്കുന്നത്. ഒരു മെട്രിക്സ് ഫോമിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളത്തിൽ എലമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് അല്ല, ഇതിപ്പോൾ -C0 ആണെന്ന് വെച്ചോ. അപ്പോൾ എന്താ ഇവിടെ ഉള്ള സൈൻ ചേഞ്ച് നോക്കണം. പ്ലസ് B0യിൽ നിന്ന് -C0യിലോട്ട് ഒരു സൈൻ ചേഞ്ച്, ദെൻ -C0യിൽ നിന്ന് +G0യിലേക്ക് ഒരു സൈൻ ചേഞ്ച്. അപ്പോൾ 2 സൈൻ ചേഞ്ച് ആണ് ഇവിടെ വരുന്നത്. 2 സൈൻ ചേഞ്ച് വന്നാൽ 2 റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റേബിൾ ആണോ, മാർജിനലി സ്റ്റേബിൾ ആണോ, അൺസ്റ്റേബിൾ ആണോ എന്നൊക്കെ പറയാം. ഇത് റൂത്ത് അറേയുടെ കൺസ്ട്രക്ഷനാണ്. അത് നമുക്ക് പ്രോബ്ലം വെച്ചിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. യൂസിങ് റൂട്ട്സ് ക്രൈറ്റീരിയൻ determine the stability of the system represented by the characteristic equation s raised to 4 plus 8s cube plus 18s square plus 16s plus 5 equal to 0. Comment on the location of the roots of characteristic equation. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് തന്നേക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നോക്കുക. ഫസ്റ്റ് നെസസറി കണ്ടീഷൻ ഓഫ് റൂത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയൻ എടുക്കുക. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ ഈ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം നോക്കിക്കേ, s⁴ കോഎഫിഷ്യൻ്റ് 1, 8s³ കോഎഫിഷ്യൻ്റ് 8, +18 +16 +5 എല്ലാം പോസിറ്റീവാണ്. സോ നമുക്ക് എന്ത് പറയാം, നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഒബേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഒരു 4th ഓർഡർ ഇക്വേഷനാണ്. സോ ഇതിന് എത്ര s⁴ ആണ് ഇതിൻ്റെ പവർ. അപ്പോൾ ഇതിന് എത്ര റൂട്ട്സ് കാണും, 4 റൂട്ട്സ് കാണും. അപ്പം നമ്മൾ ഇനി റൂത്ത് അറേ ഫോം ചെയ്യാൻ പോവുകയാണ്. റൂത്ത് അറേ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നോക്കുക. നമ്മുടെ ഹയസ്റ്റ് പവർ ഉള്ളത്, സിൻസ് ദ ഹയസ്റ്റ് പവർ ഓഫ് എസ് ഇസ് ഈവൻ നമ്പർ, s⁴ ആണ്. ഫ്രം ദ ഫസ്റ്റ് റോ ഓഫ് റൂത്ത് അറേ യൂസിങ് ദ കോഎഫിഷ്യൻസ് ഓഫ് ഈവൻ പവേഴ്സ് ഓഫ് എസ് ആൻഡ് ഫോം ദ സെക്കൻഡ് റോ യൂസിങ് ദ കോഎഫിഷ്യൻസ് ഓഫ് ഓഡ് പവർ ഓഫ് എസ്. അതായത് നമ്മൾ ഒന്നും ആലോചിക്കേണ്ട, ഇതുപോലെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. ഏറ്റവും ഹയസ്റ്റ് പവർ ഉള്ളതിനെ നമ്മൾ ആദ്യം എഴുതുന്നു, s⁴. അടുത്ത നെക്സ്റ്റ് പവർ ഏതാ, s³ അതിവിടെ എഴുതുന്നു. അപ്പോൾ s⁴. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ s⁷ പ്ലസ് s⁻⁶ എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ ആദ്യം നമ്മൾ ഏതാണോ അതിനെയാണോ എഴുതുന്നത്, s⁴ ആൻഡ് s³ എന്ന് നമ്മളിങ്ങനെ അറേ ആയിട്ട് എഴുതാൻ പോവാണ്. ദെൻ s⁴ കോഎഫിഷ്യൻ്റ് ഇവിടെ എഴുതുന്നു 1, s³ കോഎഫിഷ്യൻ്റ് ഏതാ 8. അതിന് നേരെ 2 എക്സ്പ്രഷൻ എഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നോക്കുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലെ ഏറ്റവും ഹയസ്റ്റ് ഓർഡറിൽ നിന്ന് ചെറുതിലേക്കുള്ള ഡയറക്ഷനിലാണ് എഴുതുന്നത്. അതിൽ s⁴ വാല്യൂ s⁴ ആണ് ആദ്യത്തെ, ദെൻ s³ എന്ന് എഴുതുക.
അപ്പം നമുക്ക് ഇനി കിട്ടുന്ന എന്താ, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നമുക്ക് ഫോം ചെയ്യാൻ പോവാണ് റൂട്ട് അറേയുടെ ഫസ്റ്റ് റോ. അപ്പോൾ S⁴ കോയഫിഷ്യൻറ്റ് നമ്മൾ അതിന് നേരെ എഴുതി, S³ കോയഫിഷ്യൻറ്റ് അതിന് നേരെ എഴുതി, 1 8 എന്ന് എഴുതിയുണ്ടോ. ദെൻ അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് S⁴ കോയഫിഷ്യൻറ്റ് 1 ആണ്. ദെൻ അടുത്ത കോയഫിഷ്യൻ്റാണ് നമ്മളിവിടെ എഴുതേണ്ടത് 18. ദെൻ നെക്സ്റ്റ് കോയഫിഷ്യൻ്റാണ് ഇവിടെ എഴുതേണ്ടത് 5. മനസ്സിലായോ? S⁴ തുടങ്ങി, അപ്പം ഈവനിൻ്റെ കോയഫിഷ്യൻസ് എല്ലാമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതായത് S⁴ കോയഫിഷ്യൻറ്റ് 1 ആണ്. നെക്സ്റ്റ് നമ്മൾ S³ എടുക്കത്തില്ല, S³ താഴെയാണ് എഴുതേണ്ടത്. അപ്പം അടുത്ത S⁴ കഴിഞ്ഞാൽ അടുത്ത ഈവൻ ഏതാണ്, 18 ആണ്. അടുത്ത ഈവൻ ഏതാണ്, S⁴ ആണ്. അപ്പം അതിൻ്റെ എഴുതി. ദെൻ അടുത്ത നമ്മൾ S³ നേരെ അതിൻ്റെ കോയഫിഷ്യൻ്റ് എഴുതി. ദെൻ 8 കഴിഞ്ഞാൽ അടുത്ത ഓർഡർ എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെയാണ് 2 റോ നമ്മൾ ഫോം ചെയ്യുന്നത്, റോ 1 ആൻഡ് റോ 2. ദെൻ ഇവിടെ നമുക്ക് ദ എലമെൻറ്റ്സ് ഓഫ് S³ റോ, S³ റോയെ നമുക്ക് കണ്ടോ ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് എളുപ്പമാവും. അതുകൊണ്ട് നമുക്കിവിടെ ഒരു റോ കണ്ടോ, ഈ ഒരു റോയിൽ 8 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ. സോ 8 കൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാം, ഡിവൈഡ് ചെയ്ത് ആ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ആ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 8 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ 8 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 ആൻഡ് 2 എന്ന് കിട്ടും. ഈ റോയുടെ എലമെൻറ്റ്സ് എന്തായിട്ട് മാറി, 1 2 എന്ന് മാറി. അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ എളുപ്പമാണെങ്കിൽ 8ഉം 16ഉം തന്നെ വെച്ച് ചെയ്താലും സെയിം എഫക്റ്റ് ആണ്. അപ്പം 1 2 എന്നിവിടെ റീപ്ലേസ് ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതാണ് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടുമ്പം ഈസി ആയിട്ടുള്ളത്. അപ്പോൾ റോയിൽ കോളമല്ല നമ്മൾ ചെയ്യുന്നത്, റോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന റോ ആണെങ്കിൽ, ഇപ്പോൾ 8 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന റോ ആയിരുന്നു. സോ 1 ആൻഡ് 2 എന്ന് അവിടെ എഴുതി. അപ്പോൾ നമ്മൾ ഓരോ റോ, ഫസ്റ്റ് റോ ഒക്കെയാണ് 1 18 5. S³ എന്ന് പറഞ്ഞാൽ ഓഡ് റോ ആണ്. അപ്പോൾ 1 ഉം 2. അപ്പോൾ 2 റോ ഫോം ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനി തേർഡ് റോ എന്ന് പറയുന്നത് ഏതാ, അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് S⁻⁶ ആണ്. S⁻⁶ എന്ന് പറയുന്നത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ക്വയറിൻ്റെ റോ തേർഡ് റോ എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പോർഷനിലെ എലമെൻ്റ് ആണല്ലോ വേണ്ടത്. അത് കണ്ടുപിടിക്കാൻ ഇതിന് തൊട്ട് മുകളിലത്തെ എലമെൻറ്റ് ഏതാ, 1 ഇൻറ്റു 18 മൈനസ് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ എലമെൻറ്റ് 1 ആണ്, ഇവിടുത്തെ 18 ആണ്. അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കേണ്ട എലമെൻറ്റ് ഏതാണോ അതിന് തൊട്ട് മുന്നത്തെ എലമെൻറ്റ് 1 ആണ്. 1 ഇൻറ്റു ഇതിന് ഓപ്പോസിറ്റ് ക്രോസിൽ വരുന്നത് 18 മൈനസ് ഏതാ, ഇത് ക്രോസിൽ വരുന്നത് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഈ നമ്പർ തന്നെ. ഇതിൻ്റെ ഇക്വേഷൻസ് ഞാൻ അയച്ചു തരാം, ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പം ഇത് ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്ത് പഠിച്ചില്ലെങ്കിൽ കുറേ നമ്പേഴ്സ് കിട്ടിയതായിട്ട് മാത്രമേ തോന്നുള്ളൂ. അപ്പം 1 ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ എന്താ, 18 മൈനസ് 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 1, ദറ്റ് ഈസ് 16 ഡിവൈഡഡ് ബൈ 1. അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ 16 എന്ന് വന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പോവുക. അടുത്ത എലമെൻറ്റ് കണ്ടുപിടിക്കാൻ പോകുമ്പോഴും അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ എലമെൻ്റ് ആണല്ലോ വേണ്ടത്, ഈ എലമെൻറ്റാണ് വേണ്ടത്. ഈ എലമെൻറ്റ് കണ്ടുപിടിക്കുമ്പോഴും നമ്മുടെ തൊട്ട് മുന്നത്തെ റോയുടെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ നെക്സ്റ്റ് എലമെൻറ്റ് തേർഡ് എലമെൻറ്റും ക്ലിയർ ആയോ. 1 ഇൻറ്റു 5 മൈനസ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇവിടെ ക്രോസിന് എലമെൻറ്റ് ഇല്ല. സോ 1 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 1. അതുകൊണ്ടാണ് അവിടെ 5 എന്ന് കിട്ടിയത്. ദെൻ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് S⁻⁴ റോയാണ്. S⁻⁴ റോ ഇതെങ്ങനെ എഴുതിയേക്കുന്നത് മനസ്സിലായോ. S⁻⁴ ആയിരുന്നു ഇവിടുത്തെ ഹയസ്റ്റ് പവർ. സോ താഴേക്ക് അങ്ങ് എഴുതിയാൽ മതി. S⁻⁴, S³ S² S⁻1 ആൻഡ് S⁻0. അപ്പം നമുക്ക് 2 റോ ഒക്കെയാണ്. തേർഡ് റോ എന്ന് പറയുന്നത് 16 ആൻഡ് 5 എന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്ത റോയ്സ് എല്ലാം ഇതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത നമുക്ക് S⁻1 ഇവിടുത്തെ എലമെൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, 16 ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 5 ബൈ 16. 16 ഇൻറ്റു 2, 16 അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, മൈനസ് 1 ഇൻറ്റു 5 ഏതാ, ഇത് രണ്ടും ക്രോസ് ഡിവൈഡഡ് ബൈ 16. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ കിട്ടും, S⁻⁴ വാല്യൂ 16 ഇൻറ്റു 2 മൈനസ് 5 ഇൻറ്റു 1 ബൈ 16 ഈസ് 1.7 എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ ടേം കിട്ടിയത്. ഇനി S⁻⁴ പവർ കോഎഫിഷ്യൻ്റ് വേണം. S⁻⁴ കണ്ടുപിടിക്കുമ്പോൾ അഗെയിൻ എന്ത് തന്നെ,
ഈ എലമെൻറ്റാണ് വേണ്ടതെങ്കിൽ ഇതിന് മേളത്തെ എലമെൻറ്റ് 1.7 ഇൻറ്റു 5 മൈനസ് ഇവിടെ ഒന്നും ചെയ്യാനില്ല. സോ 1.7 ഇൻറ്റു 5 മൈനസ് ഒന്നുമില്ല ഡിവൈഡഡ് ബൈ 1.7 തന്നെ. സോ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ 5 കിട്ടിയത്. ശ്രദ്ധിച്ച് പഠിക്കുക. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങളൊരു ഇതുപോലെ പ്രോബ്ലം എടുത്ത് ഈ പ്രോബ്ലം തന്നെ ബുക്കിൽ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ റൂട്ട് അറേ കിട്ടിക്കഴിഞ്ഞു. ഈ ഫസ്റ്റ് കോളം വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സിൽ എല്ലാം പോസിറ്റീവാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പം എന്തെങ്കിലും ഒരു വാല്യൂ നെഗറ്റീവ് വന്നാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് സൈൻ ചേഞ്ചസ് വരുമ്പോഴാണ് റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിനിലിരിക്കുന്നത്. ഈ പ്രോബ്ലത്തിൽ റൂട്ട് അറേയുടെ ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളം എക്സാമിൻ ചെയ്യുമ്പം എല്ലാം പോസിറ്റീവാണ്. ഹെൻസ് ഓൾ ദ റൂട്ട്സ് ആർ ലൈയിങ് ഓൺ the left half of S plane, so the system is stable.